ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറുടെ മോളുടെ കല്യാണമാണ്. ഇനി അബ്ദുവിനെ പഠിപ്പിക്കാൻ വന്ന ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾ 21-ാം തീയതി ആയിരുന്നു കല്യാണം. ഞങ്ങൾ തലേന്നാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞാനും എൻ്റെ കൂട്ടുകാരെയും കൂടാണ് പോയത്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. അപ്പം വരൻ്റെ കൂട്ടുകാർ വന്നതേ ഉള്ളായിരുന്നു. അപ്പം അവർ കയറിപ്പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളുടെ ടീച്ചേഴ്സിനെയൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ബോറടിച്ചപ്പോൾ ഒരേത്തന് ഞങ്ങൾ പറഞ്ഞു എന്തായാലും നമുക്ക് അകത്ത് കയറിയിരിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയിരുന്നു. അവരുടെ ഡെക്കറേഷൻസൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾ കയറി ചെന്നപ്പോൾ വരൻ്റെ ഫാമിലി എല്ലാവരും കേക്ക് കട്ടിയായിരുന്നു. കേക്ക് കട്ടിങ്ങും ചടങ്ങുകളൊക്കെ ആയിരുന്നു. വരൻ്റെ ഫാമിലിയൊക്കെ വന്നല്ലേ. അങ്ങനെ വരൻ്റെ ഫാമിലിയും ടീച്ചറിൻ്റെ ഫാമിലിയും എല്ലാവരും കൂടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ആ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ഫുഡ് ഡെക്കറേഷനൊക്കെ കാണാൻ പോയി. അപ്പോൾ അടിപൊളി ഫുഡ് ഡെക്കറേഷൻസ് ആയിരുന്നു. എനിക്ക് എൻ്റെ ഉമ്മാക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. ടീച്ചറിൻ്റെ ഹസ്ബൻഡിൻ്റെ വായി വെച്ച് കൊടുത്തു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും വന്നു. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാമെന്ന്. അങ്ങനെ അവർ പറഞ്ഞു ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തത് ഒരു അടിപൊളി ഫോട്ടോ ഫ്രെയിമായിരുന്നു. അത് അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അവർ ഒരുപാട് ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അടിപൊളി ഫുഡായിരുന്നു. എല്ലാ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ടീച്ചർ വന്നു. അങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയ സമയം ഞങ്ങളുടെ ഒരു ടീച്ചറിനെ കണ്ടു. അങ്ങനെ ആ ടീച്ചറായിട്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.